ഇവിടെ ഈ ദേവതയുടെ ചിറകുകൾ പ്രണയം നടിച്ച് വെട്ടിയെടുത്ത് കൊണ്ടുപോവാണിവൻ. എന്നിട്ട് ഈ ചിറകുകൾ രാജാവിന് കൊണ്ടു കൊടുക്കുന്നു. അടുത്ത രാജാവാകാനും രാജാവിന്റെ മകളെ വിവാഹം ചെയ്യാനുമാണ് ഇവൻ ഇങ്ങനെ ചെയ്തത്. ചിറകുകൾ പോയ ദേവത പതിയെ പതിയെ തന്റെ മാന്ത്രിക ശക്തികൾ വീണ്ടെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വേടന്റെ വലയിൽ കുടുങ്ങിയ കാക്കയെ മനുഷ്യനാക്കി അവിടെ നിന്ന് രക്ഷിക്കുവാണ്. തന്നെ രക്ഷിച്ചതിന്റെ പ്രതിഫലമായി ആ കാക്ക അന്ന് മുതൽ ദേവതയുടെ ചിറകുകളാകാൻ തുടങ്ങി. കൊട്ടാരത്തിലെ ന്യൂസൊക്കെ ദേവതയെ അറിയിച്ചിരുന്നത് ഈ കാക്കയാണ്. പിന്നീട് ആ കൊട്ടാരത്തിൽ രാജാവിന് സുന്ദരിയായൊരു മകൾ ജനിക്കുന്നു. ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി രാജാവ് നിയോഗിച്ചിട്ടുള്ള 3 പൂമ്പാറ്റ ദേവതകളാണിവർ. അതിലെ റോസ് പൂമ്പാറ്റ ദേവത കുഞ്ഞിന് അഴക് വാരി കോരി കൊടുക്കുന്നു. നീല പൂമ്പാറ്റ എന്നും സന്തോഷവതിയായിരിക്കാൻ ആശീർവദിക്കുന്നു. പച്ച പൂമ്പാറ്റ ആശീർവദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ ദേവത അവിടേക്ക് വന്ന് ഈ പൂമ്പാറ്റകളെയൊക്കെ ഒരു പെട്ടിയിലേക്ക് അടയ്ക്കുന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ നോക്കി നീ നിന്റെ 16ാമത്തെ വയസ്സിൽ ഒരു ചക്രത്തിൽ തുടങ്ങുമെന്നും അതിനുശേഷം നീ അഗാധമായ ഉറക്കത്തിലായിരിക്കുമെന്നും ശപിക്കുന്നു. നിന്നെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിന്നെ ചുംബിച്ചാൽ മാത്രമേ ശാപം അവരിലേക്ക് പോകൂ എന്നും പറയുന്നു. പിന്നീട് ഈ ദേവത കുഞ്ഞിനോട് ഒരുപാട് അടുക്കുകയാണ്. അങ്ങനെ അവസാനം അവളുടെ 16ാമത്തെ വയസ്സിൽ ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടാൻ വേണ്ടി ഈ ദേവത തന്നെയാണ് അവളെ ചുംബിക്കുന്നത്.